കേരളം വീണ്ടും ചൂടുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് സജീവമായി കടക്കുകയാണ്. നമ്മൾക്കറിയാം, ചരിത്രത്തിൽ ആദ്യമെന്നോണം തന്നെ പറയാൻ കഴിയുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ 2 തവണ തുടർച്ചയായി കേരളത്തിന് 10 വർഷം നയിച്ച് പിന്മാറാന് അല്ലെങ്കിൽ തുടർ ഭരണത്തിന്റെ സാധ്യതകൾ തേടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഏതു വിധേനയും ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് വി.ഡി. സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം നയിക്കുന്ന UDF മുന്നണി എന്ന് പറയുന്നത്. അതിലേറ്റവും നിർണായകമായ ഒരു ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാലായും കോട്ടയവും കേന്ദ്രമാക്കി തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ക്രിസ്തീയ കുടിയേറ്റ മേഖലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രസ്ഥാനമായ KM മാണിയുടെ മകൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് നിൽക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമീപകാലത്തെ ചർച്ചകളിലെല്ലാം ഇടതുപക്ഷത്തു തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ആണയിട്ട് പറയുന്നുവെങ്കിലും ജോസ് കെ മാണിയെ UDFൽ തിരികെ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരായ അടൂർ പ്രകാശിന്റെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള UDF നേതൃത്വം തീവ്രമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയുമുണ്ട്. കാരണം ക്രിസ്തീയ കുടിയേറ്റ മേഖലയിൽ പുരോഹിത സഭകളായാലും ക്രിസ്തീയ സഭകളെല്ലാം നിലവിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് വനമേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളാണ് സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ UDFന് അനുകൂലമായി നിൽക്കാൻ സഭകളുടെ പിന്തുണ കൂടി KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് ലഭിച്ചാൽ അങ്ങനെയൊരു നീക്കത്തിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ തങ്ങളുടെ കുത്തക മണ്ഡലമായ പാലയിൽ UDFനൊപ്പം നിന്നും LDFനൊപ്പം നിന്നും പാലയിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടിരുന്നു. UDFനൊപ്പം നിന്നപ്പോൾ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ LDFനൊപ്പം നിന്നപ്പോൾ പാലയിൽ ജോസ് കെ മാണി തന്നെ തോൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിലേക്ക് മത്സരം മാറ്റി മത്സരിക്കാനാണ് ജോസ് കെ മാണി തീരുമാനമെടുക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോസ് കെ മാണി തന്റെ MP ഫണ്ട് വിനിയോഗത്തിലെ ഏറ്റവും നല്ലൊരു ശതമാനം കടുത്തുരുത്തിയിൽ ചെലവഴിക്കുന്നു. കടുത്തുരുത്തിയിലെ വിവിധ കുടുംബ സംഗമങ്ങളിൽ പോലും പാർട്ടി ചെയർമാൻ നേരിട്ട് പങ്കെടുക്കുന്നു എന്ന വിവരങ്ങളാണ് സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സൂചനയാണ്. ഏതായാലും കേരള കോൺഗ്രസിലെ തലമുറ മാറ്റത്തിലെ അധികായർ തമ്മിലുള്ള പോരാട്ടത്തിന് കടുത്തുരുത്തി വേദിയാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. നിലവിൽ PJ ജോസഫിന്റെ മകൻ മോൻസ് ജോസഫാണ് കടുത്തുരുത്തിയിൽ MLA ആയിട്ടുള്ളത്. UDFന്റെ MLA ആണ്, വർഷങ്ങളായി വിജയിച്ചു വരുന്ന MLA ആണ്. അദ്ദേഹത്തിനെ നേരിടാൻ ജോസ് കെ മാണി എത്തുമ്പോൾ ഇടതുപാളയത്തിൽ കടുത്തുരുത്തി പിടിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ കോൺഗ്രസിന്റെയും അതേപോലെ PJ ജോസഫ് വിഭാഗം കോൺഗ്രസിന്റെയും ഒക്കെ കുത്തക നിലനിൽക്കുന്ന മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി എന്ന് പറയുന്നത്.